ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. ഈ ഭാഗം വായിക്കുമ്പോൾ അരാം രാജാവിന് ഇസ്രായേലുമായിട്ട് യുദ്ധമുണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേൽ ജനത്തെ തോൽപ്പിക്കുവാനായിട്ട് അരാം രാജാവ് പലവിധമായിട്ടുള്ള സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്യുന്നു. അരാം രാജാവ് തന്റെ ശയനഗൃഹത്തിൽ ഭൃത്യന്മാരുമായിട്ട് ചേർന്നിരുന്ന് നടത്തുന്ന ആലോചനകൾ യഹോവയായ ദൈവം എലീശ പ്രവാചകന് വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ആലോചന എലീശ പ്രവാചകൻ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു. ഇങ്ങനെ നിരവധി തവണ ഇസ്രായേൽ ജനം അരാം സൈന്യത്തിന്റെ ആക്രമണത്തിൽ നിന്ന് യഹോവയായ ദൈവം ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത് കൊണ്ട് രക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും സാത്താൻ പലതരത്തിലുള്ള ആക്രമണങ്ങൾ പലപ്പോഴും പ്ലാൻ ചെയ്യുന്നു. നമ്മളെ എങ്ങനെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് തള്ളി താഴെയിടാമെന്ന് എപ്പോഴും സാത്താൻ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമുക്ക് ദൈവവുമായിട്ട് അടുത്ത ഒരു ബന്ധമുണ്ടെങ്കിൽ, ദൈവശബ്ദം കേൾക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവശബ്ദം കേൾക്കുന്ന പ്രവാചക ശബ്ദമുള്ള വ്യക്തികളുമായിട്ട് അടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ ദൈവം നമുക്ക് ഈ തന്ത്രങ്ങൾ മുൻകൂട്ടി പറഞ്ഞു തരികയും നമുക്ക് ഈ തന്ത്രങ്ങളെ, സാത്താന്റെ ഈ തന്ത്രങ്ങളെ പൊളിച്ചു പ്രാർത്ഥിക്കുവാനും അങ്ങനെ നമ്മുടെ വിശ്വാസ ജീവിതം ഉറപ്പോടെ നയിക്കുവാനും നമുക്ക് സാധിക്കും. അതിനാൽ നമുക്ക് ദൈവത്തോട് ചേർന്ന് നടക്കാം, ദൈവശബ്ദം കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കാം. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.